പ്രിയമുള്ളവരെ, അംഗൻവാടി വർക്കർമാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിരിക്കണം. ഇത് പ്രകാരം ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സ്കൂളുകളും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന അംഗൻവാടികളുമെല്ലാം ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എന്നാൽ നിലവിൽ പല സ്കൂളുകളും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ എടുക്കുന്നില്ലെങ്കിലും കൃത്യമായിട്ട് രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അംഗൻവാടി വർക്കർമാർ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അംഗൻവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ ഫീസ് വേണ്ടതില്ല. ഇതുവരെ ഒരു വർഷത്തേക്ക് 100 രൂപ ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി മുതൽ അംഗൻവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ യാതൊരു ഫീസും ആവശ്യമില്ല. അതുപോലെ തന്നെ യാതൊരു ഫീസും കൂടാതെ 5 വർഷത്തേക്ക് തുടർച്ചയായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇത് പുതിയ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ മാത്രമല്ല, പഴയ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ പുതുക്കുമ്പോഴും അംഗൻവാടി വർക്കർമാർക്ക് ഇനി ഫീസ് ആവശ്യമായി വരില്ല. 2025 മാർച്ച് 12 മുതൽ നിലവിൽ വന്ന ഇത് എല്ലാ അംഗൻവാടി വർക്കർമാരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഫീസ് ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ഫുഡ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അതിനകത്ത് അംഗൻവാടി ICDS സെൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് നിങ്ങൾ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഫീസും കൂടാതെ 5 വർഷത്തേക്ക് തുടർച്ചയായി ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ കഴിയും. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്